കടുത്ത വേനൽ തുടരുന്നതിനിടെ സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ കൂടി മരിച്ചു. 2 പേർക്ക് സൂര്യാതപമേറ്റു. വർക്കല സ്വദേശി ഷൈനാണ് മരിച്ചത്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് ഉയരുമെന്നും താപനില വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം നാളെ മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വേനൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അത്യാഹിതങ്ങളും തുടരുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കടുത്ത വെയിലിൽ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന ഷൈൻ മരണത്തിന് കീഴടങ്ങി. വർക്കല ഇടവ സ്വദേശിയാണ് ഷൈൻ. ഈ മാസം 18-ാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി വരവേ ഇന്ന് രാവിലെയോടെ മരണം സംഭവിച്ചു. വെൽഡിംഗ് തൊഴിലാളിയാണ് ഷൈൻ. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ അബിൻ ജോസിനാണ് സൂര്യാതാപമേറ്റത്. കുടിവെള്ള പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനിടെ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അബിൻ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് പെരുവെമ്പിൽ 12 വയസ്സുകാരന് സൂര്യാതാപമേറ്റു. തെക്കേ പനംകുറ്റിയിൽ ദീക്ഷിത് എസിനാണ് കഴുത്തിനു ചുറ്റും പൊള്ളലേറ്റത്. കഴിഞ്ഞയാഴ്ച പുറത്ത് കറങ്ങാനിറങ്ങിയപ്പോൾ മുതൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സൂര്യാതാപമേറ്റതാണെന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചെങ്കിലും ചൂടിന് അറുതിയില്ല. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ജില്ലകളിൽ അൾട്രാവയലറ്റ് സൂചിക ഉയരുന്ന സാഹചര്യത്തിൽ 4 സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ടും 7 സ്റ്റേഷനുകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം സ്റ്റേഷനുകളിലാണ് ഓറഞ്ച് അലർട്ട്. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് സ്റ്റേഷനുകളിൽ യെല്ലോ അലർട്ടുമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.